ഒരു ഹെലികോപ്റ്റർ നോക്കി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അന്ന് അതേ സമയത്ത് തന്നെ ഇവനെ ക്രോസ് ചെയ്തിട്ട് ബിഗ് മണിയും അവന്റെ ടീംസും അതിലിങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവരാണെന്നുണ്ടെങ്കിൽ ഒരു മ്യൂസിയം തപ്പിയിട്ടാണ് നടക്കുന്നത്. ഫിന്നാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഹെലികോപ്റ്ററിൽ തന്നെ നോക്കിയിട്ട് അങ്ങനെ നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു രണ്ട് ടീമും കണ്ടുമുട്ടുന്നില്ല. അവനിപ്പോ പോയിട്ട് ആ ഒരു കടലിന്റെ തീരത്ത് എത്തിയിട്ടുണ്ട്. അവിടെ കടന്നിട്ടുള്ള ഏതോ ഒരു ബോട്ട് എടുത്തിട്ട് ഹെലികോപ്റ്ററിനെ ചേസ് ചെയ്തിട്ട് ആ ഒരു ഷിപ്പിന്റെ അടുത്തേക്ക് പോവാണ്. ഹെലികോപ്റ്റർ ആണെങ്കിൽ ആ ഒരു ഷിപ്പിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇപ്പൊ അതിന്റെ അകത്തുനിന്ന് മാത്യുവിന്റെ മോൾ ഇറങ്ങി വരുന്നുണ്ട്. അവളുടെ പേര് എമ എന്നാണ്. എമ ഇപ്പോ അവളുടെ അച്ഛനെ കണ്ട ആ ഒരു സന്തോഷത്തില് ഓടി വന്നിട്ട് കെട്ടിപ്പിടിക്കുന്നുണ്ട്. എമയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു കിളി പോയ ടൈപ്പാണ്. അവളിപ്പോ അവളുടെ അച്ഛൻ്റെ അടുത്ത് എന്തൊക്കെയോ പൊട്ടത്തരങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ അതേ സമയത്ത് തന്നെ നമ്മുടെ ടെസ്സിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു റൂമിൽ ഇരുന്നിട്ട് മാത്യുവിന്റെ അടുത്ത് ഈ ഒരു ട്രഷർ തേടി പോകാനുള്ള ആ ഒരു ഇൻവെസ്റ്റ്മെന്റിനെ പറ്റിയിട്ട് സംസാരിക്കാനായിട്ട് ഇങ്ങനെ റിഹേഴ്സൽ എടുത്തുകൊണ്ടിരിക്കുകയാണ്. എമയാണെന്നുണ്ടെങ്കിൽ അവളുടെ അച്ഛൻ്റെ അടുത്ത് സംസാരിച്ചിട്ട് ഇപ്പോ അവൾ പുറത്തേക്ക് ഒരു ഷോപ്പിങ്ങിന് വേണ്ടി പോകാനായിട്ട് നിൽക്കുകയാണ്. അവളിപ്പോ ചെറിയൊരു സ്പീഡ് ബോട്ടിലേക്ക് കയറിയിട്ടുണ്ട്. എന്നിട്ട് അവളുടെ അച്ഛനോട് ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് ആ ഒരു ബോട്ടിൽ കയറി അങ്ങനെ പോവാണ്. ഇതിന്റെ ഇടയിൽ എമ അവളുടെ ഫ്രണ്ടിന് ഒരു ടെക്സ്റ്റ് അയക്കുന്നുണ്ട്. അവളുടെ അച്ഛന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നത് അവൾക്ക് ഭയങ്കര ബോറിംഗ് ആയിട്ടാണ് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ എന്നെ ഹെൽപ്പ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ടെക്സ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്താണ് അവളുടെ തലയിൽ വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു തൊപ്പി കടൽക്കാറ്റടിച്ചിട്ട് അതിങ്ങനെ പറന്നു പോകുന്നത്. അവൾക്കാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രിയപ്പെട്ട ഒരു തൊപ്പിയായിരുന്നു അത്. അതുകൊണ്ട് തന്നെ ആ ഒരു തൊപ്പി എടുക്കാനായിട്ട് ഡ്രൈവറോട് പറയാണ്. ഡ്രൈവർ ഇപ്പൊ പറയാണ് ഒരുപാട് വേഗത്തിൽ വരുന്ന കാറ്റായതുകൊണ്ട് തന്നെ ഈ തൊപ്പി എവിടെ പോയി വീഴാമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അതിന് തിരിച്ചു കിട്ടില്ല എന്ന് പറയാണ്. എന്നാൽ ഈ ഷിപ്പിനെ നോക്കി വരുന്നുണ്ടായിരുന്ന നമ്മുടെ ഫിന്ന് ഈ തൊപ്പി പറന്നു പോയത് കാണുകയാണ്. ഇത് തന്നെയാണ് കറക്റ്റ് ആയിട്ടുള്ള അവസരം എന്ന് മനസ്സിലാക്കി അവന്റെ ബോട്ടിന്റെ സ്പീഡ് കൂട്ടുന്നുണ്ട്. എന്നിട്ട് നേരെ ആ ഒരു തൊപ്പി പോയ ഡയറക്ഷനിലേക്ക് പോവാണ്. ഫിന്നിപ്പോ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ടിട്ട് ആ ഒരു തൊപ്പിന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. അവിടെ എത്തിയ സമയത്ത് തന്നെ ബോട്ട് ഇപ്പൊ മുകളിലേക്ക് ചാടിച്ചിട്ട് ആ ഒരു തൊപ്പി അവൻ പിടിക്കുകയാണ്. അത്ര ഹൈറ്റിൽ ചാടിയതുകൊണ്ട് തന്നെ നേരെ തലയിടിച്ചിട്ട് അവന്റെ ബോട്ടിലേക്ക് വീഴാണ്. ഈ ഒരു കാര്യമൊക്കെ നോക്കിയിട്ട് യമ അവളുടെ ബോട്ടിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ ഡ്രൈവറോട് അവന്റെ അടുത്തേക്ക് വിടാനായിട്ട് പറയാണ്. നമ്മുടെ ഫിന്ന് കാണിച്ചിട്ടുള്ള ഈ ഒരു അഭ്യാസ പ്രകടനമൊക്കെ കണ്ടിട്ട് ഈ ഒരു ഡ്രൈവർ ആണെങ്കിൽ കിളി പോയിട്ട് അങ്ങനെ നിൽക്കായിരുന്നു. ഫിന്നിന്റെ ബോട്ടിന്റെ അടുത്തെത്തി ഇത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പെട്ടെന്ന് നോക്കുന്ന സമയത്താണ് ഫ്രണ്ടിൽ ആ ഒരു ബോട്ട് കാണുന്നത്. നേരെ വന്നിട്ട് അവന്റെ ആ ഒരു ബോട്ടിലേക്ക് ഇടിക്കുകയാണ്.